ഹലോ ഡിയർ, അപ്പം നമ്മുടെ ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ അല്ലേ, ഒന്നാം കൃതി ബഹുപദം നമ്മൾ കണ്ടുപിടിച്ചു. ഗ്രാഫ് തരുന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ് അല്ലേ. ഗ്രാഫ് കണ്ടാൽ അറിയാം. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഗ്രാഫ് തന്നിട്ടുള്ള ഏതാണ്? കർവാണ് അല്ലേ. യെസ്, യു ഷേപ്പാണ്, നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ആണെന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോം എങ്ങനെ വരും? അതിൻ്റെ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത് പി ഓഫ് എക്സ് ഈക്വൽ ടു എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി എന്ന ഫോമിലാണ്. പ്ലസ് ആണ് കേട്ടോ, ബി എക്സ് പ്ലസ് സി എന്ന ഫോമിലാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോമിലാണ് നമുക്ക് കിട്ടേണ്ടത്. പ്ലസ് ആണ് കേട്ടോ മക്കളെ. ഓക്കെ, ബി എക്സ് പ്ലസ് സി. അപ്പോൾ പി ഓഫ് സീറോയും പി ഓഫ് വണ്ണും പി ഓഫ് ടു ഒക്കെ നമുക്ക് ഗ്രാഫിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ പി ഓഫ് സീറോ എന്ന് പറഞ്ഞാൽ എക്സ് സീറോ ആകുമ്പോൾ വൈ എവിടെ കിടക്കുന്നു? ദാ 4-ൽ. യെസ്, പി ഓഫ് സീറോ 4 ആണ്. അതേപോലെ പി ഓഫ് ടു പി ഓഫ് വണ്ണ് എക്സ് 1 ആകുമ്പോൾ വൈ എവിടെയും പോകുന്നില്ല, അതേ സ്പേസിലാണ്, അതായത് വൈ 0 ആണ്. അതാണ് പി ഓഫ് 1 0 ആണ്. അതേപോലെ പി ഓഫ് 2 നോക്കിക്കേ, സെയിം എക്സ് ആക്സിസിലാണ് നിൽക്കുന്നത്, 0 ആണ്. യെസ്, ഇനി പി ഓഫ് 3 നമുക്ക് കാണാൻ പറ്റും കേട്ടോ, 4 തന്നെയാണ്. ഇത്രയും നമുക്ക് ആവശ്യമില്ല നമുക്കിത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും മതി. നേരത്തെ ചെയ്ത അതേപോലെ തന്നെ നമ്മുടെ പി ഓഫ് 0ക്ക് ഈ ഒരു ഇക്വേഷനിൽ കൊടുക്കാൻ പോവുകയാണ് കേട്ടോ. പി ഓഫ് 0 ഇങ്ങനെ കൊടുക്കും, എ എക്സ് സ്ക്വയർ, എ ഇൻറ്റു 0 സ്ക്വയർ. അപ്പോൾ എങ്ങനെ വരും? 0 ആയിപ്പോയി അല്ലേ. ബി ഇൻറ്റു 0, എക്സിനൊക്കെ 0 കൊടുക്കുകയാണ്. അപ്പോൾ ആ രണ്ട് ടേമും അവിടെ 0 ആയിപ്പോയി, ബാക്കി സി മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. യെസ്, അപ്പോൾ ഈക്വൽ ടു ഈ ഒരു ആൻസർ എന്തായിരുന്നു? പി ഓഫ് 0 ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു 4. അപ്പോൾ നമ്മുടെ സി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സെറ്റാണല്ലോ. അതുപോലെ പി ഓഫ് 1 ഒന്ന് നോക്കാം. പി ഓഫ് 1 ആകുമ്പോൾ എക്സിന് 1 കൊടുക്കണം. അപ്പോൾ എ ഇൻറ്റു 1 സ്ക്വയർ, 1 സ്ക്വയർ 1 തന്നെയാണ്. അപ്പോൾ എ എന്ന് കിട്ടും, എ പ്ലസ് ബി ഇൻറ്റു 1, ബി തന്നെയാണ് ബി, പിന്നെ പ്ലസ് സിൻ്റെ വാല്യൂ ഇവിടെ 4 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് സമം 1ൻ്റെ എത്രയാണ്? പി ഓഫ് 1 0 ആണ്. ഓക്കെ, 0 കണ്ടോ. എ പ്ലസ് ബി, ബി അറിയില്ല, എ പ്ലസ് ബി സമം ഈ പ്ലസ് 4 ഇങ്ങോട്ടേക്ക് വരുമ്പോൾ -4 കണ്ടോ. ഒരു ഇക്വേഷൻ അവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് ഒരു ഇക്വേഷൻ കിട്ടും. ഇനി അടുത്തത് പി ഓഫ് 2 കൂടെ നമുക്ക് നോക്കാം. പി ഓഫ് 2 ഏതാണോ അടുത്തത് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് നോക്കാം കേട്ടോ. ചിലപ്പോൾ -1 ആയിരിക്കും. ഈ ഒരു യു ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ -1 ആണെങ്കിൽ അങ്ങനെ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ 2 കൊടുക്കുമ്പോൾ എക്സിന് നമ്മൾ 2 കൊടുക്കണം. അപ്പോൾ എ എക്സ് സ്ക്വയർ, എ ഇൻറ്റു 2 സ്ക്വയർ, 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 അല്ലേ. 4a പ്ലസ് ബി ഇൻറ്റു 2b ഏ പ്ലസ് സി എന്ന് പറഞ്ഞാൽ 4 ആണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. 4 സമം എത്രയാണ്? പി ഓഫ് 2 0 തന്നെയാണ്. ഓക്കെ, 0 കൊടുത്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. നമുക്ക് കണ്ടുപിടിക്കാം. 4a പ്ലസ് 2b സമം 4നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി -4 ആയിട്ടോ. രണ്ടാമത്തെ ഒരു ഇക്വേഷനും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. സി മാത്രമേ നമുക്ക് വാല്യൂ കിട്ടിയിട്ടുള്ളൂ. സീൻ്റെ വാല്യൂ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ 4 എന്നുള്ളത്. അതുപോലെ നമുക്ക് 2 ഇക്വേഷൻസ് നമുക്ക് അവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 ഇക്വേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കറിയാം ഇങ്ങനെ 2 ഇക്വേഷൻസ് കിട്ടിയാൽ അതിൽ ആ ഒരു വേരിയബിൾ കണ്ടുപിടിക്കാൻ, ഇവിടെ എയും ബി ആണ് അവിടെ വേരിയബിൾ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ സോൾവിങ് അല്ലേ. സമവാക്യം എങ്ങനെ സോൾവ് ചെയ്യാം? അതായത് നമുക്കറിയാം ഏതെങ്കിലും ഒന്നിൻ്റെ കൊയിഫിഷ്യൻറ്റ് സെയിം ആക്കണം. ഇവിടെ കൊയിഫിഷ്യൻറ്റ് 1 ആണ് 2ൻ്റെ, ഇവിടെ 4ഉം 2 ആണ്. നമുക്ക് ബീനെ സിമ്പിളായിട്ട് ചെയ്യാം. അതായത് ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 2 ആക്കി കൊടുക്കണം. ഒരാളെ മാത്രം 2 ആക്കാൻ പറ്റില്ല, ഈ ഇക്വേഷൻ മൊത്തത്തിൽ ഇൻറ്റു ചെയ്യണം അല്ലേ. അപ്പോൾ ഈ ഒരു 1 എന്ന ഇക്വേഷന് ഞാൻ എന്ത് ചെയ്യാണ്? 2 കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പോവാണ് കേട്ടോ. 1 എന്ന ഇക്വേഷന് 2 കൊണ്ട് ഇൻറ്റു ചെയ്യാണ്. 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 ഇൻറ്റു എ 2a അല്ലേ, പിന്നെ പ്ലസ് 2 ഇൻറ്റു ബി 2b. ഓക്കെ, ഈക്വൽ ടു -2 ഇൻറ്റു -4 -2 ഇൻറ്റു 4 8 ആണോ. അപ്പോൾ നമുക്കൊരു മൂന്നാമതൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ കണ്ടോ. ഇനി രണ്ടാമത്തെ മൂന്നാമത്തെ ഇക്വേഷൻ ഒന്ന് നോക്കിക്കേ. ഈ 2 ഇക്വേഷൻ നമുക്ക് നോക്കിയാൽ അറിയാം അതിൻ്റെ ബീൻ്റെ കൊയിഫിഷ്യൻറ്റ് സെയിം, ബീൻ്റെ തൊട്ടടുത്തുള്ള നമ്പർ സെയിം ആണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ബീൻ്റെ തൊട്ടടുത്ത് 2 2 ക്യാൻസൽ ചെയ്ത് പോകാൻ എളുപ്പമാണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഇക്വേഷന് മൈനസ് ചെയ്യാൻ പോവാണ് കേട്ടോ. അതായത് ഇവിടെ അറിയാം 2ന്ന് 3 മൈനസ് ചെയ്യാണ്, അതിവിടെ എഴുതി കൊടുക്കാം. 2 - 3 ഇക്വേഷൻ 2 - 3 എങ്ങനെ കിട്ടും? 4a - 2a
എത്രയാണ് 4a എന്ന് 2a പോയിട്ടുണ്ടെങ്കിൽ 2a തന്നെയാണ്. ഓക്കെ, പിന്നെ 2b മൈനസ് 2b ക്യാൻസൽ ചെയ്ത് പോയി, 0 ആയിപ്പോയി അല്ലേ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് എഴുതി കൊടുക്കാൻ വേണമെങ്കിൽ. ഓക്കെ, ഈക്വൽ ടു -4 -8. ആ ഒരു മൈനസ് മാറിപ്പോകരുത് കേട്ടോ, മറന്നു പോകരുത്. നമ്മൾ സബ്ട്രാക്ഷനാണ് നടക്കുന്നത് അല്ലേ, മൈനസ് ചെയ്യാണ്. അപ്പോൾ ആ മൈനസ് ചെയ്യുന്ന മൈനസ് ഇവിടെ വരും. ഓക്കെ, -4 -8 കൊണ്ടാണ് മൈനസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മൈനസ് ഒരുമിച്ച് വന്നു, അതായത് ഇങ്ങനെയാണ് അതുള്ളത്, -4 -8. അപ്പോൾ ഈ രണ്ട് മൈനസും എന്തായി, പ്ലസ് ആയിട്ട് മാറും ഒരുമിച്ച് നിൽക്കുമ്പോൾ. അപ്പോൾ അതിൻ്റെ ആൻസർ എന്ത് വരും, 8 4 മൈനസ് ചെയ്യണം അല്ലേ, ഒരു നെഗറ്റീവ് സംഖ്യ ഒരു പോസിറ്റീവ് നമ്പർ. അപ്പോൾ 8 4 മൈനസ് ചെയ്യുക, 8ൻ്റെ സൈൻ ഇട്ട് കൊടുക്കുക. 8ൻ്റെ മുന്നേയുള്ളത് പോസിറ്റീവാണ്, 8 - 4 4 തന്നെയാണ് കിട്ടുക. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്കിവിടെ എന്താ ആൻസർ കിട്ടി, 4 എന്ന ആൻസർ കിട്ടി. അതായത് 2a 4 ആണെങ്കിൽ a എന്തായിരിക്കും, 4/2 അല്ലേ. 2 എന്ന് കിട്ടി, a കിട്ടി, a നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ബിയും കൂടെ കിട്ടിയാൽ മതി. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഈ ഒരു എൻ്റെ വാല്യൂ ഈ ഏതെങ്കിലും ഒരു ഇക്വേഷൻ, ഈ സിമ്പിൾ ഇക്വേഷൻ എടുക്കാം, അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അതായത് സിമ്പിൾ ഇക്വേഷൻ എന്ന് പറയുന്നത് a + b = -4. അതിൽ നമ്മുടെ എൻ്റെ വാല്യൂ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 + b. ഓക്കെ മക്കളെ, അപ്പോൾ എൻ്റെ 2 ഇവിടെ കൊടുത്തു, 2 + b = -4. അപ്പോൾ ബി നമുക്ക് അവിടെ നിന്ന് തന്നെ കണ്ടുപിടിക്കാം അല്ലേ. -4ൻ്റെ അടുത്തേക്ക് +-2 ആയിട്ട് വരും. ബി എന്ന് പറയുന്നത് -6. കണ്ടോ, ബിയും കിട്ടിയിട്ടുണ്ട്. a 2 കിട്ടി, b -6 കിട്ടി, c 4 കിട്ടി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ പോളിനോമിയൽ എന്തായിരിക്കും, പോളിനോമിയൽ നമുക്ക് എഴുതാൻ പറ്റും, സിമ്പിളായിട്ട് നമുക്ക് പോളിനോമിയൽ എഴുതാം അല്ലേ. എന്താ പോളിനോമിയൽ, നമ്മുടെ ax² + bx + c എന്നുള്ളത് a2 ആയിരുന്നു. അപ്പോൾ 2x² + b എന്തായിരുന്നു, -6 ആണ് അല്ലേ. +-6 എന്ന് പറഞ്ഞാൽ അത് മൈനസ് തന്നെ ആവും, -6x + c എന്ന് പറയുന്നത് 4. കണ്ടോ, ഇത്രയേ ഉള്ളൂ.